ഇന്നത്തെ അറിയിപ്പുകൾ. ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നു. ഏപ്രിൽ 1 മുതൽ ആദായ നികുതി മുതൽ അപകട നഷ്ടപരിഹാരത്തുകയിൽ വരെ പുതിയ മാറ്റങ്ങൾ. പുതിയ സാമ്പത്തിക നിയമങ്ങളിൽ വ്യക്തതയും നിയന്ത്രണവും വർദ്ധിപ്പിക്കുന്ന ചില പ്രധാന മാറ്റങ്ങളാണ് ഇൻകം ടാക്സ് ആക്ട് 2025 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർഷം 10 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്കും 5 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങുന്നവർക്കും ഹോട്ടൽ വിരുന്നുകൾക്കായി 1 ലക്ഷത്തിന് മേൽ ചിലവാക്കുന്നവർക്കും പാൻ കാർഡ് നിർബന്ധമാണ്. 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും ഇത് ബാധകമാണ്. വീട്ടുവാടക ഇളവ് ക്ലെയിം ചെയ്യുന്നതിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാടക നൽകുന്ന വീടിന്റെ ഉടമസ്ഥന്റെ പാൻ കാർഡ് വിവരങ്ങളും വാടക നൽകിയതിന്റെ കൃത്യമായ രേഖകളും സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. മറ്റു പ്രധാന മാറ്റങ്ങളിലൊന്ന് വിദേശ യാത്രകൾക്കുള്ള TCS നിരക്ക് കുറച്ചതാണ്. നേരത്തെ 10 ലക്ഷത്തിന് മുകളിൽ 20% ഇനി മുതൽ തുക എത്രയായാലും 2% മാത്രമായിരിക്കും. വിദേശ പഠനത്തിനും ചികിത്സയ്ക്കുമായി അയക്കുന്ന പണത്തിന്റെ നികുതിയിലും 5% നിന്ന് 2% കുറയുകയും ചെയ്തു. കൂടാതെ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രകാരം ഇനി മുതൽ വാഹനാപകട ക്ലെയിം ട്രൈബ്യൂണലുകളിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ പലിശയ്ക്ക് നികുതി നൽകേണ്ടതില്ല. ഇതിൽ നിന്ന് TDS-ഉം ഈടാക്കില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഒരുമിച്ച് നൽകും. വിതരണം ഏപ്രിൽ 4-ന് ആരംഭിക്കും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 2 മാസത്തെ വിഹിതം ഒരുമിച്ച് നൽകാൻ തീരുമാനമായത്. വെള്ള കാർഡിന് 2 മാസത്തെ വിഹിതമായി 10 കിലോ അരി ഒരുമിച്ച് വാങ്ങാം. നീല കാർഡിന് 2 മാസത്തെ വിഹിതത്തിന് പുറമെ 5 കിലോ അരി കൂടുതലായും ലഭിക്കും. മഞ്ഞ കാർഡിന് അരി, ഗോതമ്പ്, ആട്ട എന്നിവയടക്കം 70 കിലോ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 10 കിലോ വീതം ലഭിക്കും. ഈ മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ 30 വരെ വാങ്ങാനാകൂ. മെയ്യിലെ വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള നടപടി. 3 മാസത്തെ വിഹിതം ഒന്നിച്ചു നൽകാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പലയിടത്തും കൂടുതൽ ശേഖരിച്ചു വയ്ക്കാനുള്ള സൗകര്യമില്ല. അതിനാലാണ് 2 മാസമായി ചുരുക്കിയത്. സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് ജൂണിലെ വിഹിതം കൂടി നേരത്തെ എത്തിച്ച് വിതരണം ചെയ്യാനും ആലോചനയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.